അതുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡി. റൂം പൂട്ടി ഇറങ്ങി അവൻ വരുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ. സെൽഫി ആണെന്ന് വിചാരിച്ച് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാണ് അവൻ. ഹോട്ടലിലെ 3ാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ റൂം. ലിഫ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് മാക്കനെ ഇറങ്ങി. റൂമിൽ AC ഇരുന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂട്. ഓടിപ്പോയി കാറി കയറിയിരുന്ന AC ഉണ്ട്. നല്ല മുട്ടം വെയിൽ. അതുകൊണ്ട് അവൻ എന്നെ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ഇറക്കി കാറ് പാർക്ക് ചെയ്യാൻ പോയി. ഇട്ട മേക്കപ്പ് ഒക്കെ വേർത്തൊഴുകുമായിരുന്നു. അവൻ വരുന്നത് വരെ ഞാൻ അക്ഷമയോടെ കാത്തിരുന്നു. കാരണം ഞാൻ ഇതിന്റെ മുന്നിലാണ് നിന്നത്. അവൻ വന്നു കഴിഞ്ഞത് ഉടനെ ഒരു അറ്റാക്ക് ആയിരുന്നു. കുറെ വെറൈറ്റി ജ്യൂസ്, പൈനാപ്പിൾ, മാംഗോ, ഗ്രേപ്പ്. ആ കൊടും വെയിലില് കൊടും ചൂടില് ആ ജ്യൂസ് കുടിച്ചപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു അറിയോ. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിനുള്ളിൽ കയറി. AC ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ കുറെ നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. ക്യൂട്ട്നെസ് വാരി വിതറിയും കോമഡി പറഞ്ഞ് ചിരിപ്പിച്ചൊക്കെ സമയം പോകും. രാവിലെ എണീറ്റ് നേരത്തെ ഇങ്ങ് പോകുന്നതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പിന്റെ വിളി വന്ന് കെട്ടങ്ങോട്ട് കഴിഞ്ഞത് ഞങ്ങൾ ഓടിപ്പോയി. എന്തിനാന്നല്ലേ, സദ്യ ഉണ്ട്. പരിപ്പ് എനിക്ക് അത്ര ഇഷ്ടം. സാമ്പാർ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. കഴിച്ചു കഴിഞ്ഞത് ഫോട്ടോ എടുക്കാൻ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ക്യൂ. ബന്ധുക്കളൊക്കെ ഇങ്ങനെ വരിവരിയായി നിപ്പുണ്ടായിരുന്നു. സദ്യയുടെ കൂടെ കിട്ടിയ വെള്ളം കുപ്പിയാണ് ഞാൻ കയ്യിൽ പിടിച്ചത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് കെട്ടിയോന്റെ കുഞ്ഞിലെ മുതലുള്ള ഫ്രണ്ട്, അതായത് കല്യാണ പെണ്ണിന്റെ സഹോദരൻ. പിന്നെയും കുറെ നേരം നിന്ന് പോസ്റ്റ് അടിച്ചതിന് ശേഷമാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയത്. ഫോട്ടോ എടുത്ത് താഴെ ഇറങ്ങിയപ്പോൾ കുറച്ചു നേരം അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്നു. ബോർ അടിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ചൂടും വെയിലും. റോസാപ്പൂ എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആയി. അവന്റെ കയ്യിലെ റോസാപ്പൂ കണ്ടപ്പോൾ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് ഞാൻ അത് വാങ്ങിച്ചെടുത്തു. പൂവ് കിട്ടിയതും അത് കാണിച്ചൊരു ഷോ ഓഫ്. ചൂട് കാരണവും പായസത്തിന്റെ മത്ത് കാരണവും എത്രയും പെട്ടെന്ന് റൂമിൽ പോയി കിടന്നാൽ മതിയായിരുന്നു. റൂമിലെത്തിയപ്പോൾ തന്നെ ഞാനൊരു ബസന്തി ലുക്കിലായി മാറി. ഇനി ഒരു സുഖ ഉറക്കം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.